ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. എന്നാണ് ലോക ഓസോൺ ദിനം? ഉത്തരം സെപ്റ്റംബർ 16. ഭൂമിയിലെ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും അന്തരീക്ഷത്തിലുള്ള ഒരു സംരക്ഷണ കവചം. ഉത്തരം ഓസോൺ. 2025 ലോക ഓസോൺ ദിനം പ്രമേയം എന്താണ്? ഉത്തരം ശാസ്ത്രം മുതൽ ആഗോള പ്രവർത്തനം വരെ. ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ പാളി. ഓസോണിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നത്? ഉത്തരം ഡോപ്സൺ യൂണിറ്റ്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷമേത്? ഉത്തരം 1987 സെപ്റ്റംബർ 16. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളെ തരംതിരിക്കുന്നത് എങ്ങനെ? ഉത്തരം UVA, UVB, UVC. ഓസോൺ സംരക്ഷണ ഉടമ്പടി. ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോളിൽ ആദ്യം ഒപ്പുവെച്ച രാജ്യങ്ങൾ എത്രയായിരുന്നു? ഉത്തരം 24 രാജ്യങ്ങൾ. ഓസോൺ പാളിയുടെ നിറമെന്ത്? ഉത്തരം ഇളം നീല. മോൺട്രിയൽ ഏത് രാജ്യത്തെ നഗരമാണ്? ഉത്തരം കാനഡ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അമിതമായി പതിച്ചാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള? ഉത്തരം നെല്ല്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടയുന്ന രക്ഷാകവചം ഏതാണ്? ഉത്തരം ഓസോൺ പാളി. ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? ഉത്തരം 3. ഓക്സിജൻ്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഉത്തരം സസ്യങ്ങളുടെ വളർച്ച മുരടിക്കുന്നു. ഓസോൺ പാളി കണ്ടെത്തിയത്? ഉത്തരം ചാൾസ് ഫാബ്രി, ഹെൻറി ബ്ലൂയിസൺ. സ്പെക്ട്രോഫോട്ടോമീറ്റർ കണ്ടുപിടിച്ചതാര്? ഉത്തരം GMB ഡോപ്സൺ. അൾട്രാവയലറ്റിൽ എത്ര വിഭാഗങ്ങളുണ്ട്? ഉത്തരം 3. ഓസോൺ പാളിയിൽ ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയ വർഷം? ഉത്തരം 2006. ഏതു പ്രായത്തിലാണ് ഓസോൺ മനുഷ്യനെ ഏറ്റവും അധികമായി ബാധിക്കുന്നത്? ഉത്തരം കുട്ടിക്കാലത്ത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഉത്തരം 21%. ഓസോൺ സുഷിരം ആദ്യമായി കണ്ടത് എവിടെയാണ്? ഉത്തരം ഹാലിബോ, അന്റാർട്ടിക്ക. ഏത് രാസവസ്തു മൂലമാണ് ഓസോൺ തകർക്കപ്പെടുന്നത്? ഉത്തരം ക്ലോറോ ഫ്ലൂറോ കാർബൺ. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായുള്ള മൂന്നാമത്തെ വാതകം ഏതാണ്? ഉത്തരം ആർഗൺ. ഏതിലൂടെയാണ് സസ്യങ്ങൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത്? ഉത്തരം ഇലകളിലൂടെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമേത്? ഉത്തരം തുളസി. ഏറ്റവും വിജയകരമായ പരിസ്ഥിതി കരാർ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായുള്ള രണ്ടാമത്തെ വാതകം? ഉത്തരം ഓക്സിജൻ. ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓസോൺ. അന്തരീക്ഷത്തിൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി പ്രതിഭാസം ഏതാണ്? ഉത്തരം മിന്നൽ. ഓസോൺ പ്രധാനമായും ഉണ്ടാക്കുന്നത് ഏത് സംയുക്തങ്ങളിൽ നിന്നാണ്? ഉത്തരം നൈട്രജൻ ഡയോക്സൈഡ്.
UN ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ച വർഷമേത്? ഉത്തരം 1988. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്? ഉത്തരം STEC, സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. ഏതു വാതകമാണ് പ്രധാനമായും ആസിഡ് റെയിൻ സംഭാവന ചെയ്യുന്നത്? ഉത്തരം സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്. അന്തരീക്ഷത്തിലെത്തുന്ന ഏത് രശ്മിയെയാണ് ഓസോൺ പാളി തടഞ്ഞു നിർത്തുന്നത്? ഉത്തരം അൾട്രാവയലറ്റ് രശ്മി. ഏത് ബഹിരാകാശ പേടകമാണ് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ചത്? ഉത്തരം നിംബസ് 7. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുവാൻ നിശ്ചയിച്ച രാജ്യാന്തര സംഘടന ഏത്? ഉത്തരം UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ഓസോൺ ശിഥിലീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നം? ഉത്തരം ത്വക്ക് ക്യാൻസർ. ഓസോൺ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഉത്തരം ഓസീൻ. താജ്മഹാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വാതകം? ഉത്തരം സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും സമൃദ്ധമായുള്ള വാതകം? ഉത്തരം നൈട്രജൻ. ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ODS, ഓസോൺ ഡിപ്ലീഷൻ സബ്സ്റ്റൻസ്. ഏതുതരം അൾട്രാവയലറ്റ് രശ്മികളെയാണ് ഓസോൺ ഫിൽട്ടർ ചെയ്യുന്നത്? ഉത്തരം UVB. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത്? ഉത്തരം 1987 ജനുവരി 1. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ട രാജ്യങ്ങളുടെ എണ്ണം? ഉത്തരം 197. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1994 സെപ്റ്റംബർ 16 മുതൽ. ഓസോൺ പാളിയിൽ ആദ്യമായി സുഷിരം കണ്ടെത്തിയ വർഷമേത്? ഉത്തരം 1970. ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും? ഉത്തരം 1 മണിക്കൂർ. ആരാണ് ആസിഡ് എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചത്? ഉത്തരം റോബർട്ട് ആംഗ്സ്മിത്ത്. വേനൽക്കാലത്ത് അൾട്രാവയലറ്റ് റേഡിയേഷൻ കൂടാൻ കാരണമെന്ത്? ഉത്തരം ഭൂമി സൂര്യനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ഉത്തരം ന്യൂസിലൻഡ്. ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം? ഉത്തരം മണമുള്ളത്. ഓസോണിൻ്റെ അളവ് കൂടിയാൽ മനുഷ്യനുണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരെന്ത്? ഉത്തരം ആസ്മ. മിനറൽ വാട്ടറിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം അൾട്രാവയലറ്റ് കിരണങ്ങളും ഓസോണും. ഓസോൺ തുള നിരന്തരമായി നിരീക്ഷിക്കുന്നതിനുള്ള കൃത്രിമ ഉപകരണം ഏത്? ഉത്തരം ടോംസ്, ടോട്ടൽ ഓസോൺ മാപ്പിംഗ് സ്പെക്ട്രോമീറ്റർ. ഏതു കാലത്താണ് ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാകുന്നത്? ഉത്തരം വേനൽക്കാലത്ത്. ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം 20 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിൽ. ഏതു ഘടകമാണ് ഓസോൺ നിർമ്മിക്കുന്നത്? ഉത്തരം ഓക്സീൻ. മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യ ഒപ്പുവെച്ചതെന്ന്? ഉത്തരം ജൂൺ 19, 1992. താങ്ക്സ് ഫോർ വാച്ചിങ്.